കൂടുതൽ അവധി ആവശ്യപ്പെട്ട് NIT പ്രൊഫസർ ഷൈജ ആണ്ടവൻ ഗോഡ്സെ പ്രകീർത്തനം നടത്തിയ ഷൈജ ആണ്ടവൻ അവധി പൂർത്തിയാക്കി ഇന്ന് ജോലിയിൽ പ്രവേശിക്കാനിരിക്കെയാണ് വീണ്ടും അപേക്ഷ നൽകിയത്. അതേസമയം ഷൈജ ആണ്ടവനെതിരെ PKS കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്യാമ്പസിലേക്ക് ബഹുജന മാർച്ച്. ഷഹദ് റഹ്മാൻ കോഴിക്കോട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ഷഹദ്, ഈ അധ്യാപിക അവധി നീട്ടിയ സാഹചര്യം എന്താണ്? ഈ PKSന്റെ മാർച്ചിന്റെ വിശദാംശങ്ങൾ എന്താണ്? ആദ്യം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേഷൻ, ഈ പ്രൊഫസർ ഷൈജ ആണ്ടവൻ കൂടുതൽ അവധിയിൽ പ്രവേശിച്ചു എന്നുള്ളതാണ് ഈ മണിക്കൂറിൽ വരുന്ന ഏറ്റവും പുതിയ വാർത്ത. ഷൈജ ആണ്ടവൻ ഇന്ന് തിരിച്ച് അവധി പൂർത്തിയാക്കി ഇന്ന് തിരിച്ച് ഡ്യൂട്ടിയിൽ പ്രവേശിക്കും എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. അതിനെ തുടർന്ന് അവരുടെ മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്താനുള്ള നടപടികൾ ഇന്ന് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നും പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ഏറ്റവും പുതുതായി പുറത്തു വരുന്ന വാർത്ത എന്ന് പറയുന്നത് ഷൈജ ആണ്ടവൻ കൂടുതൽ അവധി ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകി എന്നുള്ളതാണ്. ഈ അവധി ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം NITയിൽ ഇപ്പോഴും ഈ പ്രതിഷേധങ്ങൾ ഇരമ്പുകയാണ്. പ്രതിഷേധത്തിന് ഒരു തരത്തിലും അഴിവ് വന്നിട്ടില്ല. ആ ഒരു പശ്ചാത്തലത്തിലാണ് തിരിച്ച് ഇപ്പോൾ NITയിൽ പ്രവേശിക്കുന്നത് അത്ര ശുഭകരമായിരിക്കില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഷൈജ ആണ്ടവൻ വീണ്ടും കൂടുതൽ അവധിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ പുറകിലായിട്ട് കാണുന്നത് PKS കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ ഷൈജ ആണ്ടവനെ ഈ ക്യാമ്പസിൽ നിന്ന് പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും അതുപോലെ തന്നെ NITയിൽ ദളിത് വിരുദ്ധത അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുമാണ് ബഹുജന മാർച്ചാണ് അല്പസമയം മുൻപ് ഇവിടെ നടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവാദങ്ങൾ അതുപോലെ തന്നെ തുടരുകയാണ്. പ്രത്യേകിച്ച് ഈ അധ്യാപിക കൂടുതൽ അവധിയിൽ പ്രവേശിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ ഈ വിദ്യാർത്ഥി പ്രതിഷേധം അതുപോലെ തന്നെ നിലനിൽക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ ഇനി ഈ വിഷയത്തിൽ എന്ത് നടപടിയാണ് ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം പോലീസ് ഈ ഷൈജ ആണ്ടവന്റെ ഫേസ്ബുക്ക് അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഇതിനോടകം തന്നെ ലെറ്റർ നൽകിയിട്ടുണ്ട്. എന്നാൽ ആ വിശദാംശങ്ങൾ പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. അത് ലഭിച്ചാൽ മാത്രമേ പോലീസിന് മറ്റ് നടപടികളിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ ഈ അധ്യാപികയുടെ മൊഴി രേഖപ്പെടുത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. അധ്യാപിക തുടർച്ചയായി അവധിയിൽ പ്രവേശിക്കുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ ആ മൊഴി രേഖപ്പെടുത്താനും ഇതുവരെ പോലീസിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം ഇന്ന് NITയുടെ ഭാഗത്തു നിന്ന് ഒരുപക്ഷെ ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം ഈ ഷൈജ ആണ്ടവനോട് NIT ഇതിനോടകം തന്നെ വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ വിശദീകരണം ഈ അധ്യാപിക നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. ആ ഒരു പശ്ചാത്തലത്തിൽ NITയുടെ ഭാഗത്തു നിന്നും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറങ്ങും. ഈ മറുപടി തൃപ്തികരമാണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇത്തരത്തിൽ ഒരു പോസ്റ്റ് ഇടാനുള്ള സാഹചര്യം എന്താണ് എന്നതടക്കമുള്ള കാര്യവും NIT പരിശോധിക്കും. വേണോ? ഷഹദ് റഹ്മാനാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേർന്നത്.